So dear students, today we are going to discuss about different shapes in bacteria. So here is the most common different shapes in bacteria. First one is Caucus. It is somewhat a spherical shape. സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിലുള്ള ഒരു ഷേപ്പിനെയാണ് കോക്കസ് എന്ന് അറിയപ്പെടുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ബാസിലസ്. പക്ഷേ ഈ ഒരു പിക്ചറിനകത്ത് കോക്കോ ബാസിലസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഒരു ബേസിക് ടൈപ്പാണ് ബാസിലസ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് എ റോഡ് ഷേപ്ഡ് വൺ. ദെൻ ഈസ് വൈപ്രിയോ, comma-like structure, then spirillum and spirochete. The difference between spirillum and spirochete is quite evident from this picture itself. നിങ്ങൾ നോക്കുക, സ്പൈറോക്കീറ്റ് എന്ന് പറയുന്നത് ഒരു സ്ക്രൂ ഷേപ്പായിരിക്കും. സ്ക്രൂവിൻ്റെ അതേ ഷേപ്പിലായിരിക്കും, എൻഡ് വളരെ ടാപ്പേർഡ് ആയിട്ടുള്ള എൻഡായിരിക്കും സ്പൈറോക്കീറ്റിനുണ്ടാവുക. ബട്ട് ഫോർ സ്പൈറിലം the end, two ends are almost same. രണ്ടും ഏകദേശം സെയിം ആണ്. അതാണ് സ്പൈറിലം. ദെൻ സം മിക്സ്ഡ് shapes can also be seen in this bacteria. The next one is Cocobacillus. So Cocobacillus, as the name indicates, it is the combination of കോക്കസ് ആൻഡ് ബാസിലസ്. അപ്പോൾ ഒരു കോക്കസിൻ്റെയും ബാസിലസിൻ്റെയും ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് കോക്കോ ബാസിലസിനുള്ളത്. സോ ഓൺ ദ റൈറ്റ് സൈഡ് യു ക്യാൻ സീ ഡിഫറെൻറ്റ് ഷേപ്സ്, സ്പൈറൽ ഷേപ്പ്, ഫ്ലജെല്ലാർ അറേഞ്ച്മെൻറ്റ്, എക്സെട്ര. സോ ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ നെക്സ്റ്റ്. So now we are going to discuss about grouping of bacteria. അപ്പോൾ എന്താണ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഷേപ്പിനെ കുറിച്ചിട്ട് പ്രീവിയസ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഓരോ ഷേപ്പുകളെയും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് കോക്കസ്, the grouped version of Caucus will be Diplococcus. That means ഒരു എന്താണ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള രണ്ട് കോക്കസുകൾ കൂടി ചേർന്നതാണ് ഡിപ്ലോകോക്കസ് എന്ന് പറയുന്നത്, ഗ്രൂപ്പ്സ് ഓഫ് 2. Then you can also group this cocci into strepto. That means a chain of coccus. മനസ്സിലായോ? അപ്പോൾ അതിനെ ഗ്രൂപ്പ് ചെയ്യാണ് നമ്മൾ. ആ സിംഗിൾ എന്നുള്ളതിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് സ്ട്രപ്റ്റോ അല്ലെങ്കിൽ എ ചെയിൻ ഓഫ് കോക്കസ് ഷേപ്പാണ് സ്ട്രപ്റ്റോകോക്കസ് എന്ന് പറയുന്നത്. വെൻ ഇറ്റ് കംസ് ടു സ്റ്റഫൈലോകോക്കസ്, യു ക്യാൻ സീ ഹിയർ ദ അറേഞ്ച്മെൻറ്റ് ഇസ് എ ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റേർഡ് അറേഞ്ച്മെൻറ്റ്. സോ ബാക്ടീരിയ ഇവിടെ ഒരു ഗ്രേപ്പ്, ഒരു മുന്തിരി കൊല പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ള രീതിയിൽ ഒരു ക്ലസ്റ്റർ ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. സോ സിംപ്ലി ഗ്രൂപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ബേസിക് ഷേപ്പിനകത്ത് ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു ചെയിനോ അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ചെയ്തിട്ടോ അറേഞ്ച് ചെയ്യുന്ന അതിനെയാണ് ഗ്രൂപ്പിംഗ് ഓഫ് ബാക്ടീരിയ എന്ന് പറയുന്നത്. So some basic shapes and their grouped versions are represented here. Bacillus, കോക്കസിലെ ഡിപ്ലോകോക്കസ് നമ്മൾക്ക് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് കോക്കസുകൾ കൂടി ചേർന്നതാണ് ഡിപ്ലോകോക്കസ്. അല്ലെങ്കിൽ അത് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഡിവിഷൻ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ പരസ്പരം സെപ്പറേറ്റ് ചെയ്യാതെ പരസ്പരം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഡിപ്ലോകോക്കസ് ഉണ്ടാകുന്നത്. സോ സ്ട്രെപ്റ്റോകോക്കസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? മോണോകോക്കൈ ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്തിട്ട് ഡിപ്ലോകോക്കൈ ഉണ്ടാകുന്നു, ഡിപ്ലോകോക്കൈ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു, പക്ഷേ പരസ്പരം സെപ്പറേറ്റ് ചെയ്യുന്നില്ല. സെപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോക്കൈ ഫോമുകളാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ ഈവൻ ആഫ്റ്റർ ഡിവിഷൻ
they will not separate. So the appearance will be like a chain. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റെഫൈലോ ഇസ് ഓൾറെഡി മെൻഷൻഡ്, clustered or grape-like arrangement. The next one is Vibrio and Spirilla. Here is the representation of formation of Diplococcus and Streptococcus from a monococci. ഇവിടെ നിങ്ങൾ ഫസ്റ്റത്തെ ഫിഗർ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ ഹൗ എ ഡിപ്ലോകോക്കസ് bacteria forms. For that, monococci must divide and that must be attached. സെപ്പറേഷൻ പാടില്ല എന്നേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് ഫിഗറിൻ്റെ ടോപ്പിലേക്ക് പോകുന്ന പിക്ചറിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. മോണോകോക്കെ ഡിവൈഡ് ചെയ്യുന്നു. നോർമലി ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സെപ്പറേറ്റ് സെല്ലുകളായിട്ട് മാറുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതൊരു സയാമീസ് ഇരട്ടകളെ പോലെ എന്ത് ചെയ്യുന്നു? പരസ്പരം അറ്റാച്ച് ചെയ്തിട്ട് തന്നെ നിൽക്കുന്നു. സോ ദ കണ്ടീഷൻ ബിക്കംസ് ഡിപ്ലോകോക്കസ്. ആൻഡ് ടു ഫോം സ്ട്രെപ്റ്റോകോക്കൈ there must be many division and divided cells must not separate. So a chain of bacteria will be formed and this chain of bacteria is known as streptococci. Okay? അപ്പോൾ ഡിവിഷൻ നടക്കുന്നു, പക്ഷേ സെല്ലുകൾ തമ്മിൽ സെപ്പറേഷൻ നടക്കുന്നില്ല. പരസ്പരം അറ്റാച്ച് ചെയ്തിട്ട് ഒരു ചെയിൻ പോലെ കാണുന്നതിനെയാണ് സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയുന്നത്. സോ ഹിയർ യു ക്യാൻ സീ സ്റ്റഫൈലോകോക്കൈ. സ്റ്റഫൈലോകോക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി ഡിവിഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ഡിവിഷൻസിനൊരു പ്രത്യേകത ഉണ്ട്. നേരത്തെ നമ്മൾ കാണിച്ച ഡിവിഷൻസൊക്കെ ഒരു സിംഗിൾ പ്ലെയിനിലുള്ള ഡിവിഷൻസാണ്. അഥവാ ഒരു സൈഡിലൂടെ ഒരു പ്ലെയിനിലൂടെ മാത്രമുള്ള കട്ടിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു ഡിപ്ലോകോക്കയോ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കയോ കിട്ടുന്നത്. ബട്ട് ദ കണ്ടീഷൻ ഇസ് ഡിഫറെൻറ്റ് ഹിയർ. ഇവിടുത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ഇറഗുലറാണ്. കാരണം ആ ഒരു അറേഞ്ച്മെൻറ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടില്ല. കാരണം ഇതൊരു 3 ഡയമെൻഷണൽ പോലെയാണ്. സൈഡിലേക്ക് കുറേ കട്ട് ചെയ്ത് പോകേണ്ടി വരും, താഴേക്ക് കുറേ കട്ട് ചെയ്ത് പോകേണ്ടി വരും, റൈറ്റ് സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക്, അപ്പർ പൊസിഷനിലേക്ക്, ഇങ്ങനെയൊക്കെ രീതിയിലൊക്കെ കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻ സ്റ്റഫൈലോകോക്കസ് ദ പ്ലെയിൻ ഓഫ് ഡിവിഷൻ ഇസ് ഡിഫറെൻറ്റ്. എന്താണ്, പല ഡിവിഷനിലും പല പ്ലെയിനിലുമാണ് ഡിവിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റഫൈലോകോക്കസിൽ ഇറഗുലർ പ്ലെയിൻ ഓഫ് ഡിവിഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സർഫസ് അപ്പൻഡേജസ്. ബാക്ടീരിയ എന്ന് പറയുന്ന ആ ഒരു ടിപ്പിക്കൽ സെല്ല് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ പുറമെ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടം പോലെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സർഫസിൽ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സ്, അതിനെയാണ് സർഫസ് അപ്പൻഡേജസ് എന്ന് പറയുന്നത്. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഫ്ലജല്ലയാണ്. പിന്നെ പൈലേ വരുന്നുണ്ട്, ഫിംബ്രിയെ വരുന്നുണ്ട്, സ്പൈനെ വരുന്നുണ്ട്. ഇതിൽ മേജർ ഫങ്ഷൻ ചെയ്യുന്ന 2 ആളുകളാണ് ഫ്ലജല്ല ആൻഡ് പൈലെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 2 സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. So what is flagella? Flagella is a structure which is responsible for their locomotion. ലോക്കോമോഷന് വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചറാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. ഈ ഫ്ലജല്ല ഒരു ടംബ്ലിംഗ് മൂവ്മെൻറ്റ്, അഥവാ അങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഈ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഈ സാധനം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഒരു ഫിഗർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സിംഗിൾ ഫ്ലജല്ലയുള്ള ഒരു ബാക്ടീരിയനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലജല്ല നോക്കൂ, എപ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല നിൽക്കുക. അതിങ്ങനെ മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് അതിങ്ങനെ ടംബിൾ ചെയ്യും, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ അത് ഇപ്പോൾ ആ ഫ്ലജല്ല ഉള്ള പൊസിഷനിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആയിരിക്കും. ഓക്കെ,
So flagella comes under surface appendage. Bacteria that are motile have appendages called flagella. Motile ബാക്ടീരിയകൾക്ക് ഉണ്ടാകുന്നതാണ് flagella എന്ന് പറയുന്ന സ്ട്രക്ചർ. So coming to their ultrastructure, you can see that it is attached by basal body. A bacteria can have one or many flagella depending upon the species. For some bacteria there will be a single flagella. For some bacteria a tuft of flagella at one end. For some bacteria one flagella at one end and one flagella at the other end. So all over the ബോഡിയിലൊക്കെ ഫ്ലജല്ല കാണുന്നവരൊക്കെ ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. സോ നെക്സ്റ്റ് ഈസ് ദി അൾട്രാ സ്ട്രക്ചർ ഓഫ് ഫ്ലജല്ല. ഫ്ലജല്ലയുടെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക അത് സൈറ്റോപ്ലാസത്തിൻ്റെ ആ പാർട്ടിൽ നിന്നുമാണ് ആക്ച്വലി ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. ആ ഒരു സെൽ മെംബ്രെയിൻ തൊട്ട് നമുക്ക് കാണുന്ന ഇവിടെയുള്ള സെൽ വാൾ എന്ന് എഴുതിയിട്ടുള്ള ഔട്ടർ മെംബ്രെയിനും പെപ്റ്റിഡോഗ്ലൈക്കനൊക്കെ കവർ ചെയ്ത് പുറമേക്ക് നമുക്ക് കാണുന്ന പാർട്ടുകളും ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫ്ലജല്ല എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ 3 പാർട്ടുകളായിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. The innermost part or the basal part of the flagella is known as basal body. It consists of many rods and rings. Okay, there is inner ring and outer ring. Inner ring is embedded within the plasma membrane. Plasma membrane embedded ചെയ്തിട്ടാണ് inner rings കാണാൻ പറ്റുന്നത്. And outer ring is which is embedded within cell wall. Cell wall embedded ചെയ്തിട്ടാണ് കാണുക. അപ്പോൾ നമ്മൾക്ക് ബാക്കിയുള്ള പാർട്ടുകളെ നമ്മൾ ശരിക്കും പുറമേക്ക് കാണുന്നുള്ളൂ. അപ്പോൾ ബേസൽ ബോഡി കംപ്ലീറ്റ്ലി എംബഡഡ് വിത്തിൻ ദി മെംബ്രെയിൻ ആണ്. അത് പ്ലാസ്മ മെംബ്രെയിൻ ആവാം ഓർ സെൽ വാളിൻ്റെ മെംബ്രെയിൻ ആവാം. സോ ഈ റിങ്ങുകൾക്കൊക്കെ ഒരു പേരുണ്ട്. LPSM റിങ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽസ് ഹയർ സ്റ്റഡീസിലൊക്കെ നന്നായിട്ട് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസൽ ബോഡി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഹുക്ക്. ഹുക്ക് ഈസ് ആക്ച്വലി എ ബെൻഡ് റീജിയൻ വിച്ച് കണക്ട്സ് ഫിലമെൻറ്റ് ആൻഡ് ബേസൽ ബോഡി. ഹുക്ക് കഴിഞ്ഞിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഫിലമെൻ്റ് ആണ്. ബേസൽ ബോഡിനെയും ഫിലമെൻറ്റിനെയും കണക്ട് ചെയ്യുന്ന കണക്ഷനാണ് ഹുക്ക് എന്ന് പറയുന്നത്. ദെൻ ദ ടെർമിനൽ പോർഷൻ ഫിലമെൻറ്റ്. ഫിലമെൻറ്റ് ഈസ് long structure which is somewhat a straight structure and their movement causes their locomotion. Flagella is made up of flagellin and is used for bacterial classification. സോ മോണോട്രിക്കസ് ബാക്ടീരിയ എന്ന് പറയുന്നത് ബാക്ടീരിയ വിത്ത് 1 ഫ്ലജല്ല. ലോഫോട്രിക്കസ് ബാക്ടീരിയ എന്ന് പറയുന്നത് എ ടഫ്റ്റോ ഫ്ലജല്ല അറ്റ് 1 എൻഡ്. ഒരു കൂട്ടം ഫ്ലജല്ല ഒരു എൻഡിലുണ്ടായിരിക്കും. ആംഫിട്രിക്കസ് ബാക്ടീരിയ എന്ന് പറയുന്നത് എ ടഫ്റ്റോ ഫ്ലജല്ല അറ്റ് ബോത്ത് എൻഡ്സ്. ടഫ്റ്റിനും പറയുന്നുണ്ട് ആംഫിട്രിക്കസ് എന്നുള്ളത്. ഒരു സിംഗിൾ ഫ്ലജല്ല അറ്റ് ബോത്ത് എൻഡ്. സിംഗിൾ ഫ്ലജല്ല അറ്റ് ബോത്ത് എൻഡ്സിന് ആംഫിട്രിക്കസ് തന്നെയാണ് പറയുന്നത്. പെരിട്രിക്കസ് മീൻസ് ഫ്ലജല്ല ഓൾ ഓവർ ദ ബോഡി. ബോഡിയുടെ സർഫസിൽ മൊത്തം ഫ്ലജല്ല ഉണ്ടാവും. നമുക്കൊരു ഏരിയ പറയാൻ പറ്റില്ല. മോണോട്രിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലജല്ല, അത് എവിടെയും ആവാം. ലോഫോട്രിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫ്റ്റോ ഫ്ലജല്ല അറ്റ് 1 എൻഡ്. ഒരു എൻഡിലേ ഉണ്ടാവാൻ പാടുള്ളൂ, പക്ഷെ ഒരു കൂട്ടം ഫ്ലജല്ല ഉണ്ടാവും. ആംഫിട്രിക്കസ് മീൻസ് tuft or a single flagella at both ends. 2 എൻഡിലും ഉണ്ടായിരിക്കണം. ഓക്കെ. പെരിട്രിക്കസ് മീൻസ് ഫ്ലജല്ല all over the body. Then one more
classification. One more bacteria is there, that is Atrichus bacteria. Atrichus means no flagella. The next one is, next surface appendage is pili. Compared to flagella, they are short protein appendages, smaller than flagella, and adhere bacteria to surfaces of others. അഥവാ ഒരു ബാക്ടീരിയനെ വേറൊരു ബാക്ടീരിയയുമായിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് പൈലെ. മെയിനായിട്ടും സെക്സ് പൈലെ എന്ന് പറയും. ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന പൈലയാണ് ഈ ഒരു അഡ്ഹറൻസിന് വേണ്ടിയിട്ട് മറ്റൊന്നുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കുന്നത്. സോ a special process or a parasexual method is there, which is known as conjugation. Conjugation is actually a type of sexual reproduction or parasexual reproduction found in bacteria. They are meant for exchange of genetic information between bacteria. ഞാൻ പറഞ്ഞുതരാം. പാരാസെക്ഷൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നോർമലി ഉള്ള സെക്ഷൽ മെത്തേഡ് പോലെയല്ല. അഥവാ ഗ്യാമേറ്റ് ഫോർമേഷൻ ഇല്ല, മ്യൂസിസ് ഇല്ല, അതുപോലെയൊക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് സിമിലാരിറ്റി തോന്നിക്കും, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ആ മെത്തേഡിൻ്റെ പേരാണ് പാരാസെക്ഷൽ മെത്തേഡ്. ആ പാരാസെക്ഷൽ മെത്തേഡിനകത്തുള്ള ഒരു മെത്തേഡാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ആ കോൺജുഗേഷനിൽ രണ്ട് ബാക്ടീരിയകൾ തമ്മിൽ ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് പൈലെ. ഇപ്പോൾ നോർമലി സെക്ഷൽ റീപ്രൊഡക്ഷനകത്തും എന്താണ് നടക്കുന്നത്? പാരൻറ്റിൽ നിന്നും ഓഫ്സ്പ്രിങ്ങിലേക്ക് ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ആ ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ തന്നെയാണ് ഈ പാരാസെക്ഷൽ മെത്തേഡ്സിനകത്തും നടക്കുന്നത്. സോ അതിലെ ഒരു ടൈപ്പിനെ സഹായിക്കുന്നത് കോൺജുഗേഷനാണ്. Then pile, the other function of pile is it aid flotation by increasing buoyancy. Buoyancy കൂട്ടാൻ വേണ്ടിയിട്ട് അവർ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നുണ്ട് പൈലെ. So here is the representation of pile in conjugation. So you can see that it connects between bacteria. Okay, here the pile is represented as F pile because it gives fertility to a particular bacteria. ഒരു ബാക്ടീരിയക്ക് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താ? ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ പറയുന്ന ഒരു ടേമാണ് ഫെർട്ടൈലാണെന്ന് പറയുന്ന ഒരു ടേം. അപ്പോൾ ഇവിടെ ഒരു ബാക്ടീരിയക്ക് വേറൊരു ബാക്ടീരിയയുമായിട്ട് ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എഫ് പൈലെ, ഫെർട്ടിലിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്ന പൈലെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സെക്സ് പൈലെ എന്നും അറിയപ്പെടുന്നു. ആ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് പാരാസെക്ഷൽ മെത്തേഡ്സ് ആണ്. ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ട്രക്ഷൻ ആൻഡ് കോൺജുഗേഷൻ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.